ഭക്തലക്ഷം കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ഭണ്ഡാര അടുപ്പിലേക്ക് അത് തീ പടരുന്ന ആ ഒരു അസുലഭ നിമിഷത്തിലേക്ക്, നമ്മുടെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ ആ നിമിഷങ്ങളിലേക്ക് കടക്കുന്നത്. ഭണ്ഡാര അടുപ്പിലേക്ക് തീ പടരും. അടുപ്പുകളിൽ നിന്ന് ഉയരുന്ന ഹോമപ്പുകയാൽ നഗരം നിറയും. അതേറ്റ് മൃഗശുദ്ധിയുടെ നിറവേറ്റുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കണ്ണും മനസ്സും നിറയും. ആറ്റുകാലനെ അമ്മ കരുതലോടെ പ്രധാനം ഭണ്ഡാര അടുപ്പിലേക്ക് തീ പടർന്നിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്ര പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. കപിലവെടികൾ മുഴങ്ങുന്നു, ചെണ്ടമേളം മുഴങ്ങുകയാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 2026 പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് മേൽശാന്തി പകർന്ന തീയിൽ നിന്ന് സഹമേൽശാന്തി ഭണ്ഡാരത്തിലേക്ക് തീ പകർന്നിരിക്കുകയാണ്. ആ തീ ഇനി ഭക്തലക്ഷങ്ങളുടെ അടുപ്പുകളിലേക്ക് പകരും. എന്നും ഭക്തിസാന്ദ്രമായ കാഴ്ചയാണ്. അടുപ്പുകളിൽ തീ പകരുകയാണ്. ഭണ്ഡാര അടുപ്പിൽ തീ പകർന്നിരിക്കുകയാണ്. സഹമേൽശാന്തിയാണ് ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നത്. ഇനി ഭക്തലക്ഷങ്ങളുടെ കലങ്ങളിലേക്ക് ഈ തീ പകരുകയാണ്. ഇനി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പൊങ്കാല തിളച്ചു തൂകുന്നതിന്റെ കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. രേണുക, അങ്ങനെ ഭണ്ഡാര അടുപ്പിൽ തീ കത്തുകയാണ്. നമ്മുടെ ആ ഒരു പൊങ്കാല മഹോത്സവത്തിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ്. ഇനി നഗരത്തിലുള്ള എല്ലാ പൊങ്കാല അടുപ്പുകളിലും ആ ഒരു തീ പടരും. ഇനി അത് തിളച്ചു പോയി അതിന്റെ ഒരു നിവേദ്യം എടുക്കുന്നതിന് വരെയുള്ള ഒരു കാത്തിരിപ്പാണ്. എല്ലാവരുടെയും എത്ര ദിവസമായിട്ടുള്ള ഉറക്കമാണ്, എത്ര ദിവസമായിട്ടുള്ള അവരുടെ ഒരു ഭക്തിയാണ് ഈ ഒരു നിമിഷത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സഹമേൽശാന്തിയാണ് ഭണ്ഡാര അടുപ്പിന് തീ കത്തിച്ചതിന് ശേഷം മടങ്ങിയിരിക്കുന്നത്. ഇനി ഈ തീനാളം തന്നെയാണ് ഓരോ ആളുകളിലേക്കും, ഓരോ ഭക്തരിലേക്കും, പൊങ്കാലയിടാൻ കാത്തിരിക്കുന്ന ഓരോ സ്ത്രീകളിലേക്കും എത്തുന്നത്. ഈ ഒരു ഇപ്പോൾ കത്തിച്ച തീയുടെ ഒരു നാളമായിരിക്കും. അങ്ങനെ ഇപ്പോൾ തന്നെ നോക്കൂ, നമുക്ക് ഈ കാണാം, ഈ ക്ഷേത്രത്തിന് ചുറ്റും പുക ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കലങ്ങളിലെ പുക ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിൽ നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റും പുക ഉയർന്നത് കാണാം. എല്ലാ അടുപ്പുകളിലേക്കും തീ പകർന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വായ്ക്കുരവകളോടെ ദേവീ സ്തുതികൾ ഉയർത്തിക്കൊണ്ട് തന്നെ ഭക്തർ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാല അർപ്പണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിൽ പുക ഉയരുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ യാഗശാലയായി തലസ്ഥാന നഗരം മാറുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ ശക്തമായ വെയിലുണ്ട്. കുംഭമാസത്തിലെ പൂരം നാളിലെ പൊങ്കാലയാണ്. കുംഭമാസത്തിലെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ആ ചൂട് ഇരട്ടിയാക്കിക്കൊണ്ടാണ് ഓരോ പൊങ്കാല കളത്തിലും ഇപ്പോൾ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, കാരണം എല്ലാ തരത്തിലുള്ള ചടങ്ങുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി വെച്ച് അത് ആവി കയറ്റുക എന്നൊരു ചടങ്ങ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ആ തീ പകർന്നു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൊങ്കാല തിളച്ചു തൂവും. ഈ വിഭവങ്ങളും തയ്യാറാകും. പിന്നീട് ഈ നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പായിരിക്കും. ഇപ്പോൾ ഭണ്ഡാര അടുപ്പിൽ ആളിക്കത്തുന്ന തീ നമുക്ക് കാണാം. പൊങ്കാല വേകുകയാണ്. ഇനി അരി പകരണം. വെള്ളം തിളച്ചാൽ ഉടൻ തന്നെ അരി പകരും. അത് ഉടൻ തന്നെ തിളച്ചു തൂവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വായ്ക്കുരവകളോടെയാണ് ഭക്തർ ഈ അറിയിപ്പ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അവർ വലിയ രീതിയിൽ ദേവീ സ്തുതികൾ ആലപിച്ചുകൊണ്ട് തന്നെ, ദേവീ സ്തുതികളോടുകൂടി തന്നെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അനുശ്രീ കാത്തിരിപ്പുണ്ട്. അവിടെയും വലിയ ജനത്തിരക്കാണെന്ന് നമുക്കറിയാം. ആളുകളൊക്കെ ആ ഒരു പൊങ്കാല അർപ്പണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അനുശ്രീ, അവിടെ എങ്ങനെയാണ് തീ കത്തിച്ച് ആളുകൾ അവരുടെ പൊങ്കാല ഇട്ടു തുടങ്ങിയോ? വലിയ ജനസാഗരം തന്നെ ആയിരിക്കില്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലും? തീർച്ചയായും നമ്മി വലിയ തരത്തിലുള്ള തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും പൊങ്കാല അടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞു. ഭക്തിസാന്ദ്രമായൊരു നിമിഷം എന്ന് തന്നെ പറയാം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലും ഒരു ദൈവം എന്നുള്ള ഒരു
ഒരു ഫീല് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ അന്തരീക്ഷം മുഴുവൻ പുക നിറഞ്ഞ് എല്ലാവരുടെയും നാവിൽ മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കണ്ണു നിറഞ്ഞൊക്കെ ഓരോ അമ്മമാരെയൊക്കെ കാണാം. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പൊങ്കാലയിടുമ്പോൾ കാത്തിരുന്ന് കിട്ടിയ ഒരു അനുഗ്രഹം പോലെയാണ് എല്ലാവർക്കും ഈ ഒരു നിമിഷം. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ പൊങ്കാല അടുപ്പിൽ തീ പകർന്നിരിക്കുകയാണ്. വെള്ളം തിളയ്ക്കുന്നതോടെ ഇനി ബാക്കിയുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ ഇവരൊക്കെ കടക്കും. വലിയ തരത്തിലുള്ള ഒരു തിരക്ക് കൂടിയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പരിസരത്തായി അനുഭവപ്പെടുന്നത്. ഒരുപാട് ആളുകളാണ് ഈ അമ്പലത്തിന് ചുറ്റുമായി പൊങ്കാലയിടുന്നത്. കാണാം എല്ലാവരുടെയും അടുപ്പിൽ തീ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അല്പസമയം മുൻപാണ് അടുപ്പിൽ തീ കൊളുത്തിയത്. എല്ലാവരും അല്പസമയം മുൻപാണ് അറിയിപ്പ് ലഭിച്ചത്. എല്ലാവർക്കും പൊങ്കാല അടുപ്പിൽ തീ പകരാനുള്ള അറിയിപ്പ് ലഭിച്ചത്. അതിനുള്ളിൽ തന്നെ എല്ലാവരും തീ പകരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും നാവിൽ മന്ത്രോച്ചാരണങ്ങൾ ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാം. നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ദുർഗേ നാരായണ അമ്മേ നാരായണ. ഇതുപോലെ ഓരോരുത്തരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് നവമി. എല്ലാവരുടെയും ചുണ്ടുകളിൽ നിന്ന് നമുക്ക് അമ്മേ നാരായണ എന്നുള്ള വിളികൾ മാത്രമേ ഇപ്പോൾ കേൾക്കാനാകൂ. ഇത്രയും നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുകയാണ്. ഇനി മറ്റവർ നേദിക്കുന്നത് എന്താണോ അത് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും പൊങ്കാല നിവേദ്യത്തിനായുള്ള ഒരുക്കങ്ങളിലാണ്. ഈ ദൃശ്യങ്ങളിൽ കൂടി തന്നെ നമുക്ക് വ്യക്തമാണ് നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലാണ് നാം. തീർച്ചയായും എല്ലാവരും ഒരുക്കത്തിലാണ് എന്ന് പറയുമ്പോൾ നവമി നമുക്ക് ചുറ്റും ഒരേ നാമജപത്തോടുകൂടി എല്ലാവരെയും ഒന്നിച്ചു കാണുന്ന അപൂർവ നിമിഷങ്ങളിലൊന്ന്. തീർച്ചയായും നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശി ദർശൻ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള നവീകരണം നടന്നതുകൊണ്ട് തന്നെ ടൈല് പാകിയ ഇടങ്ങളിൽ ഇത്തവണ പൊങ്കാലയില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല. അതിന് പുറത്തുള്ള ഭാഗത്താണ് പൊങ്കാല അർപ്പിക്കുന്നത്. ഈ ക്ഷേത്രം കഴിഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് പത്മനാഭന്റെ മുന്നിൽ കൂടി. അപ്പോൾ രണ്ട് അനുഗ്രഹം കിട്ടും എന്ന തരത്തിൽ അവിടെ പ്രിഫർ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നഗരത്തിലുള്ള എല്ലാ അമ്പലങ്ങളുടെ മുന്നിലും ഇവിടിപ്പോ നമ്മൾ ചുറ്റും കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. അപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഭണ്ഡാരടുപ്പിലേക്ക് തീ പകരുന്ന സമയത്ത് ഭക്തിപൂർവ്വം ആ നിമിഷം ഫോണിൽ പകർത്തുന്നവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നവരെയും ഒക്കെ നമുക്ക് കാണാം. ജോലിക്കിടയിലാണ് എങ്കിൽ പോലും ആറ്റുകാൽ അമ്മയുടെ കാര്യമാകുമ്പോൾ ആ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന സമയം എന്ന് പറയുമ്പോൾ അവരും അതിൽ മുഴുകിപ്പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും അമ്മേ നാരായണ ദേവി നാരായണ വിളികളാൽ മുഖരിതമാണ്. പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാവരും വലിയ രീതിയിൽ ഈ പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും പുകപടലങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നഗരമധ്യത്തിലേക്കുള്ള സാഹചര്യം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. വലിയ രീതിയിൽ ഇത്തവണ ഭക്തലക്ഷങ്ങളുടെ ഒഴുക്ക് കൂടിയിട്ടുള്ള ഒരു സമയമുണ്ട്. അത്രമാത്രം ഭക്തർ ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതലായി എത്തുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. ഇനി മിനിറ്റുകൾക്കകം തന്നെ അരി പകരും. അത് തിളച്ചു തൂവും. പൊങ്കാല തിളച്ചു തൂവുന്ന ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. പൊങ്കാല ഭക്തർ എല്ലാവരും തന്നെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അടുപ്പുകളിൽ തീ പടർന്നിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളിലേക്കും ഒക്കെ വരാം. ആളുകളിലേക്കും ഒക്കെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും ഒക്കെ വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.